ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ ടാക്സി കാർ തകർത്ത സംഭവത്തിൽ ഡ്രൈവറെ സഹായിക്കുമെന്ന വാക്ക് പാലിക്കാതെ സിപിഐഎം പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ വെച്ച് സിപിഐഎം പ്രവർത്തകർ അടിച്ചു തകർത്ത വാഹനത്തിന്റെ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് അന്ന് ജില്ലാ സിപിഐഎം ആക്ഷൻ സെക്രട്ടറിയായിരുന്ന റഹീം എം പി വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴും വർക്ക്ഷോപ്പിൽ കിടക്കുന്ന കാർ പുറത്തിറക്കാൻ 1.85 ലക്ഷം രൂപ വേണം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ വാഹനം ജപ്തി ഭീഷണിയിലാണെന്നും ശ്രീകാര്യം സ്വദേശി ശ്യാംരാജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡിനിടയിലുണ്ടായ സംഘർഷത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ അണികൾ ആക്രമിക്കുന്നതിനിടയിൽ വണ്ടിക്കും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്കടക്കം ആക്രമണം ഏറ്റിരുന്നു. അതിൽ ഏറ്റവും ബാധിക്കപ്പെട്ട ഇപ്പോഴും ആ ഒരു സംഘർഷം മൂലം പ്രതിസന്ധിയിൽ തുടരുന്ന ശ്യാമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. ശ്യാം, പ്രതിസന്ധികൾ തീരുന്നില്ല, വണ്ടി ഇപ്പോഴും വർക്ക്ഷോപ്പിൽ തന്നെയാണല്ലേ, ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല? വണ്ടി ഇപ്പോഴും ഷോറൂമിലാണ് കിടക്കുന്നത്. എത്ര രൂപയാകും ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാൻ? 1,89,000 ആകും. ആ സമയത്തെ തിരുവനന്തപുരം ജില്ലയിലെ ആക്ഷൻ സെക്രട്ടറി, സിപിഎമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന റഹീം എം പി വാഗ്ദാനം നൽകിയിരുന്നു. അതെന്തായി? അതില്ല, പാർട്ടിപരമായിട്ട് എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല. ഞാൻ പിന്നെ ആദ്യമൊക്കെ എല്ലാവരും വിളിച്ചുള്ളൂ, പിന്നെ ആരും വിളിച്ചിട്ടില്ല. CITU നേതാവ് കൂടിയാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ടില്ലേ? ഞാൻ ബന്ധപ്പെട്ടായിരുന്നു. അപ്പോഴത്തേക്ക് സഹായിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും ഒന്നും സഹായിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേറെ ആരും ഇഡിയുടെ ഉദ്യോഗസ്ഥരാരും പിന്നെ ഒന്നും വിളിച്ചൊന്നുമില്ല. ആ ഒരു കുറച്ച് സമയം ഒരു സമയത്ത് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഇപ്പം ആരും വിളിക്കുക ഒന്നുമില്ല. ഈ വണ്ടി എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം, ഈ ഇൻഷുറൻസ് അത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണോ? അതായത് വണ്ടി അന്ന് ഇത് സംഭവിക്കുന്നതിൻ്റെ തലേദിവസം വണ്ടിയുടെ CF മുടങ്ങിയായിരുന്നു. CF മുടങ്ങിയ സമയത്ത് അന്നാണ് സംഭവിക്കുന്നത്. പിറ്റേ ദിവസം ഇവർ ഇത് CF ഇല്ലാതെ നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും ദിവസമായിട്ട്. അതെ, ഇപ്പം ഏകദേശം 1.5 മാസത്തോളമായി ബുദ്ധിമുട്ടിലാണ്. മൊത്തത്തിൽ ജീവിതത്തെ ഇത് ബാധിച്ചോ? പിന്നെ നമ്മളൊരു തൊഴിലില്ലായിരുന്നു. അത് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഈ ഒരു കുറവാണ്. പഴയതിലെ ഊബറും ഇതൊന്നും വന്നപ്പോൾ നമ്മളെപ്പോലെയുള്ള പഴയ ഡ്രൈവർമാർക്കൊന്നും ഓട്ടങ്ങൾ കുറവാണ്. അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിനാൻസും മുടങ്ങി, അവർ വണ്ടി എടുക്കുമെന്നുള്ള ജപ്തി നോട്ടീസും അയച്ച് അങ്ങനെയൊക്കെ ഇരിക്കുക. അതേ വലിയ പ്രതിസന്ധിയിലാണ് ശ്യാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ക്യാമറ പേഴ്സൺ അനീഷിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.